ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി ആപ്ലിക്കേഷൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എമൗണ്ടൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. എമൗണ്ടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും യാതൊരു ഇഷ്യൂസും ഇതുവരെ വരാത്തൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേയിലോട്ട് നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിനിമം ₹1 മുതൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ₹1 മുതൽ 10,000 വരെ നിങ്ങൾക്ക് ഈസിയായിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ റെഫറൽ കോഡും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. റെഫറൽ കോഡും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഫറൽ ബോണസ് കിട്ടുന്നതായിരിക്കും. അപ്പം ബാക്കി തുക മാത്രം നിങ്ങൾ വർക്ക് ചെയ്ത് ഏൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോഴാണ് ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബ്സുകളൊക്കെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ക്യാറ്റ് ക്യാഷ് എന്നാണ്. ഒരുപാട് പേര് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്നൊരു നല്ല ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മൾ റേറ്റിംഗ് നോക്കുമ്പോൾ 4.2 റേറ്റിംഗ് ഉണ്ട്. എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന എല്ലാവരും നല്ല റിവ്യൂസൊക്കെ പറഞ്ഞേക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരൊന്നും ഇതിനെക്കുറിച്ച് പേയ്മെൻറ്റ് കാര്യത്തിലൊന്നും യാതൊരു ഇഷ്യൂസും ഇതുവരെ വരാത്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സാധാരണ ഇതുപോലത്തെ ആപ്ലിക്കേഷനകത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് പോയിൻറ്റ്സൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇതിനകത്ത് ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ റുപ്പി ₹1 തന്നെയാണ്. അങ്ങനെ ഒരു വലിയൊരു ഒരു പ്ലസ് പോയിൻ്റ് ഉള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗൂഗിൾ പേയിലോട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാനും കൂടെ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് സൈൻ ഇൻ വിത്ത് ആണ് വന്നേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഇതൊന്ന് സൈനപ്പ് ചെയ്യാം. അതിനുശേഷം എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് നമുക്ക് നോക്കാം. വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോബ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് വരുന്ന ജോബ് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവർ പറയുന്ന ഈ ഒരു കോയിൻസൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോയിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ 40, 35 എന്നൊക്കെ പറഞ്ഞ് കോയിൻസ് കിടക്കുന്നുണ്ട്. ഈ ഒരു കോയിൻസ് എല്ലാം നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ അങ്ങനെ തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ 100 കോയിൻസ് എന്ന് പറയുമ്പോൾ ₹100, 150 കോയിൻസ് എന്ന് പറയുമ്പോൾ ₹150. സാധാരണ ആപ്ലിക്കേഷനകത്തും അതുപോലെ തന്നെ സൈറ്റിനകത്തും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കോയിൻസ് കൺവെർട്ട് ആകുമ്പോൾ ചിലപ്പം 100 കോയിൻസൊക്കെ ചിലപ്പോൾ ₹1 ആയിരിക്കും. മിക്കവാറും ആപ്ലിക്കേഷനകത്തൊക്കെ 1000 കോയിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ₹1. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഭയങ്കര ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനകത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു എമൗണ്ടെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവർ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് 0.10 അപ്പോൾ ₹1 താഴെയാണ് കിട്ടുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്ത് ഇപ്പോൾ ബൈ ഗോൾഡ്. അപ്പോൾ ഇതിനകത്ത് ഈ ജാറെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡിജിറ്റലായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊന്നും ചെയ്യാനായിട്ട് ഞാൻ പറയത്തില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേന് അത്രയും പൈസ കിട്ടും. ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ഒരു ₹15 കിട്ടുന്നത്. അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോഴാണ് അവർ പറയുന്ന
ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കിയിട്ട് ആ ഒരു എമൗണ്ടൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഓരോ ആപ്ലിക്കേഷനും വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് KYC ഫില്ല് ചെയ്യാൻ പറയുന്നതോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുക, അങ്ങോട്ട് പേ ചെയ്യാൻ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ടൊക്കെ ആവും. നമ്മൾ അങ്ങനെ 1 രൂപയല്ല 2 രൂപയല്ല എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ 1 രൂപയും 2 രൂപയും കൂടുമ്പോൾ തന്നെ നമുക്ക് അതൊരു വലിയ തുകയൊക്കെ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് കണ്ടല്ലോ, ഈ ഒരു 100 കോയിൻ സിമ്പിൾ KYC. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ KYC ഒന്നും നമ്മൾ കൊടുക്കണ്ട. അതുപോലെ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതും നിങ്ങൾ ചെയ്യേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് ക്രൈറ്റീരിയ അവർ കൊടുത്തേക്കുന്നുണ്ട്. രജിസ്റ്റർ, ഇൻസ്റ്റാൾ ആൻഡ് രജിസ്റ്റർ, റിവാർഡ് ക്രെഡിറ്റ് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ ഇതൊക്കെ ചുമ്മാ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ 1 രൂപ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മുടെ ഈ അക്കൗണ്ടിലോട്ട് നമ്മൾ അവർ പറഞ്ഞേക്കുന്ന ക്രൈറ്റീരിയ ചെയ്തതിന് ശേഷം ഇവിടെ വരിക. എന്നിട്ട് ഈ ഒരു വാലറ്റ് ചെക്ക് ചെയ്യും. ഇവിടെ എമൗണ്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് കിടക്കുന്ന ഓഫർ സ്റ്റാറ്റസ് എന്നാണ്. അപ്പം നമ്മളിവിടെ എന്തെങ്കിലും ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെയാണ് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എമൗണ്ട് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരുന്നതും. അപ്പോൾ ഏണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനകത്ത് വിസിറ്റ് ആൻഡ് ഏണെന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. ഇവിടെ ഇവർ ടൈമർ പോകുന്നുണ്ട് 56 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ടൈമർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ അതാ ഇവിടെ ഞാൻ ആ ഒരു ടൈമർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ വന്നിട്ടുണ്ട്. ആ ഒരു ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലെയിം ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ ആ ഒരു എമൗണ്ട് കയറിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ 0 ആയിരുന്നു, ഇപ്പം 0.10 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് താഴത്തേതും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ ടാസ്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ടൈമർ പോകുന്നുണ്ട്. ആ ഒരു ടൈമർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിവാർഡും ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു എമൗണ്ട് ക്ലെയിം ആവും. എന്നിട്ട് ഇവിടെ ലീവ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ 20 ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വാലറ്റ് സെക്ഷൻ ഒന്ന് നോക്കാം. വാലറ്റ് സെക്ഷനകത്ത് 20 രൂപ, 20 രൂപയല്ല 20 പൈസ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ആ ഒരു 20 പൈസ ഇതിനകത്ത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് വിഡ്രോ ലിമിറ്റ് ആയിട്ടില്ല. അപ്പം വിഡ്രോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ UPI ID നമ്മൾ കൊടുത്തേക്കുന്ന നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒക്കെ കൊടുത്തേക്കുന്ന ആ ഒരു നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടെ UPI ID കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് എമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മിനിമം 1 രൂപ മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. 1 രൂപ മുതൽ 10,000 രൂപ വരെ നമുക്കിതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് 10,000 രൂപയൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാക്സിമം മിക്കവാറും എല്ലാ ആപ്ലിക്കേഷനകത്തും 500 രൂപയൊക്കെയാണ്. മാക്സിമം ഞാൻ 500-600 വരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. 10,000 രൂപ വരെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതുപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗൂഗിൾ പേയിലോട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്യേണ്ടത്. പിന്നെ റെഫർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഫറൽ കോഡ് കിട്ടും. ആ ഒരു റെഫറൽ കോഡൊക്കെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും അതിനകത്തുനിന്ന് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഹൈയസ്റ്റ് എമൗണ്ടൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയും എമൗണ്ടൊക്കെ കിട്ടുന്ന ആപ്ലിക്കേഷനൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കൊള്ളുക. വർക്ക് ചെയ്യുക, ഏൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെഫറൽ കോഡും കൂടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ ബോണസ് പോയിൻ്റൊക്കെ കിട്ടുന്നതായിരിക്കും. ബാക്കി ഒരു എമൗണ്ട് നിങ്ങൾ വർക്ക് ചെയ്തുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ലിമിറ്റഡായിട്ട് വർക്കുകളാണ്. ഇതൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വർക്കുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു
ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, വർക്ക് ചെയ്യുക, ഏൺ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ആപ്ലിക്കേഷനുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സൈറ്റുമായിട്ടോ ഒക്കെ വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.